സ്റ്റാറ്റിസ്റ്റിക്സിൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സനെ പറ്റിയാണ്. എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂ അതിൻ്റെ സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂവിൽ നിന്ന് എത്രത്തോളം വേരി ചെയ്ത് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷേഴ്സുകളാണ്, അളവ് കോലുകൾ അല്ലെങ്കിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾ. അതിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ മെത്തേഡ് ഓഫ് മെഷറിംഗ് ദ ഡിസ്പേഴ്സൺ ഓർ സ്കാറ്റർനെസ് or deviation of the different value from a designated value of a series. ഒരു സീരീസിൽ ഒരു ഡെസിഗ്നേറ്റഡ് വാല്യൂ, ഇറ്റ് മേ ബി എ ആവറേജ് വാല്യൂ ഓർ മീൻ വാല്യൂ, അതിൽ നിന്നും അതിലെ ബാക്കിയുള്ള വാല്യൂസ് എത്രത്തോളം സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്, ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുകയാണ്, അതിനാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാനൊരു എക്സാമ്പിൾ താഴെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ 10, 12, 13, 14, 15 5 നമ്പറുകൾ ഞാനിവിടെ പറയുന്നുണ്ട്. അവയൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 10 + 12 + 13 + 14 + 15 കൂട്ടിയാൽ 64 കിട്ടും. മീൻ ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്, ദാറ്റ് ഈസ് 64 ആണ്. ടോട്ടൽ ഡിവൈഡ് ബൈ 5 വേരിയബിൾ, ദാറ്റ് ഈസ് 5 വെച്ച് 12.8 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി അടുത്തൊരു സീരീസ് നോക്കുകയാണ് 25, 10, 4, 25. അതെല്ലാം കൂടെ കൂട്ടിയാലും 64 കിട്ടും. അതിൻ്റെ മീൻ വാല്യൂ 12.8. ദാറ്റ് ഈസ് ഇപ്പോൾ ഹിയർ സൈറ്റ് ഈസ് എ മാർക്ക് ഓഫ് 2 സ്റ്റുഡൻസ്. 2 കുട്ടികളുടെ മാർക്കിനെ പറ്റിയാണ് പറയുന്നത്. ഒരാൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 10, 12, 13, 14, 15 എന്നും, അടുത്ത ആളിന് കിട്ടിയ മാർക്ക് ഒരു വിഷയത്തിന് 20 കിട്ടി, വേറൊരു വിഷയത്തിന് 25 കിട്ടിയിട്ടുണ്ട്. എന്നാൽ 2 വിഷയങ്ങൾക്ക് 5, 4 കിട്ടിയിട്ടുള്ളൂ, ഒരു വിഷയത്തിന് 10 കിട്ടി. അപ്പോൾ ഇവിടെ കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആളാണ്, അല്ലേ? മറ്റേ ആൾ കൺസിസ്റ്റൻസി ഇല്ല, ഹയസ്റ്റ് ഒരിടത്ത് നല്ല ഹയസ്റ്റ്, ഒരിടത്ത് വളരെ മോശമാണ്. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടോ, സ്ഥിരതയുണ്ടോ? അതായത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 12.8 എന്ന് പറയുന്നതാണ് മീൻ വാല്യൂ. ഈ മീൻ വാല്യൂവിൽ നിന്നും ബാക്കിയുള്ള വാല്യൂസ് എത്രത്തോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ 12.8 എന്ന് പറയുമ്പോൾ ബാക്കി വാല്യൂസ് അതിൻ്റെ വളരെ ക്ലോസ്ഡ് ആണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ഡിസ്പേഴ്സൺ വളരെ കുറവാണ് എന്നാണ്. മീൻ വാല്യൂവിൽ നിന്നും ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. ഓക്കെ, എന്നാൽ ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ 12.8 ആണ് ആവറേജ് വാല്യൂ. പക്ഷേ ഇൻഡിവിജ്വൽ വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 25, 12.8 തമ്മിൽ വളരെ ദൂരമാണ്. അതുപോലെ 20, 12.8 തമ്മിൽ വളരെ ദൂരമാണ്. 8, 5, 4 ഇവയ്ക്കും 12.8 നിന്ന് വളരെ ദൂരമാണ്. നേരെ വെച്ച് ഇവിടെ അങ്ങനെയല്ല, 12.8 വളരെ അടുത്ത് കിടക്കുകയാണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് വാല്യൂ, സേ ഹിയർ ഇറ്റ് ഈസ് മീൻ. ഈ മാനുവിൽ നിന്നും ഈ ഒരു വാല്യൂവിൽ നിന്നും ഇതിൽ ഓരോ സ്ക്വയറും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് കിടക്കപ്പെടുന്നു എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന മെഷറുകളെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിഗ്രി, എത്ര വ്യാപ്തിയിൽ, ടു വിച്ച് ദ വേരിയസ് ഐറ്റം ഓഫ് എ സീരീസ് ഡീവിയേറ്റ് ഫ്രം ഇറ്റ്സ് സെൻട്രൽ വാല്യൂ. അതിൻ്റെ സെൻട്രൽ വാല്യൂവിൽ നിന്നും അല്ലെങ്കിൽ മീൻ വാല്യൂവിൽ നിന്നും അവിടുത്തെ വേരിയസ് ഐറ്റം എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് കിടപ്പുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്നുള്ളതാണ്. അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഏത് ഫോർമാറ്റിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ ഡിസ്പേഴ്സണൂടെ കാണിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പം മാർക്ക്, കുട്ടികളുടെ മാർക്ക്, പിന്നെ നമ്മൾ മീൻ ഡീവിയേഷൻ നോക്കുകയാണ്. അപ്പോൾ മാർക്ക് എന്ത് വേരിയേഷൻ നടക്കുന്നു എന്ന് നോക്കുമ്പോൾ മാർക്ക് തന്നെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇത്ര ഡീവിയേഷൻ, സെൻട്രലിൽ നിന്നുള്ള ഡീവിയേഷൻ ഇത്രയാണ്. മാർക്കും നമ്മൾ ഉദാഹരണത്തിന് ഹയ്യസ്റ്റ് മാർക്ക് മേടിച്ച 50 മാർക്കാണ് ഹയ്യസ്റ്റ് മാർക്ക്, 10 മാർക്കാണ് ലോവസ്റ്റ് മാർക്ക് എങ്കിൽ നമുക്ക് പറയാം അവിടെ 40 ആണ് ഡീവിയേഷൻ. അവിടുത്തെ ഡീവിയേഷൻ എന്ന് പറയുന്നത് 40 ആണ്, 40 മാർക്ക്. പക്ഷേ അതിനാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. സോ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
Absolute measure of dispersion are expressed in the same statistical unit which the original data are given. ഒറിജിനൽ തന്നിരിക്കുന്ന ഡേറ്റ ഏത് നേച്ചറുള്ള, ഇപ്പോൾ റുപ്പീസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസ്പേഴ്സൺ പറയുന്നതും റുപ്പീസിൽ തന്നെയാണെങ്കിൽ അതിനെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയും. ഓക്കെ, അതിനെയാണ് നമ്മളിപ്പം അതിപ്പോൾ എന്താ പറയുക, ഒരു ക്ലാസ്സിൽ മാർക്ക് അതിൻ്റെ ഡിഫറൻസ് ആവറേജ് മാർക്കിൽ നിന്ന് എന്ത് വേരി ചെയ്ത് വരുന്നു, മാർക്കിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്കതിനെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയാം. എന്നാൽ റിലേറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. അതൊരു റേഷ്യോ ആയിരിക്കും. ആ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറൻ്റ് ആയിട്ടുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ രണ്ട് വാല്യൂസ് തമ്മിൽ റേഷ്യോ പറയുമ്പോൾ അത് കോമണായി, ഇപ്പം ഒന്ന് മാർക്കും ഒന്ന് മറ്റേതെങ്കിലും ഒരു വാല്യൂസും കൂടെ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കവിടെ ഒരാൾക്ക് ഹ്യൂമാനിറ്റീസിൽ കിട്ടിയ മാർക്കും സയൻസിൽ കിട്ടിയ മാർക്കും ഇത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് രണ്ടിനെയും കൂടെ ഒരു മീഡിയത്തിൽ വരുത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ നമുക്കതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേഴ്സൺ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. കാരണം രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചു, റേഷ്യോയിൽ എത്തിച്ചു, ഓർ അതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റി പെർസെൻറ്റേജിലെത്തിക്കാം. അപ്പോൾ ഒരു റേഷ്യോയിൽ മാറ്റുന്നതിനാണ് നമ്മൾ, അതായത് 1 വേരിയേഷൻ, 1 എന്ന് പറയുന്ന മാക്സിമം, അതായത് ഡിനോമിനേറ്റർ എപ്പോഴും 1 ആണല്ലോ. അപ്പോൾ ഡിനോമിനേറ്ററിനെ സൂചിപ്പിക്കുന്നത് ഡിനോമിനേറ്ററിൽ എത്ര ഭാഗം എൻ്റെ ന്യൂമറേറ്റർ വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും 1ലേക്ക് റൗണ്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെയാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. അതിനെങ്കിൽ നമുക്കതിനെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയാം. ഓക്കെ, ഇനി പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഡിസ്പേഴ്സൺ കണ്ടുപിടിക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ 6 മെത്തേഡ്സ് പറയുന്നുണ്ട്. റേഞ്ച്, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, സെമി ഇൻ്റർ ക്വാർട്ടൽ റേഞ്ച് ഓർ ക്വാർട്ടൽ ഡീവിയേഷൻ, ദ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ലോറൻസ് കർവ്. ഇത്രയും കാര്യങ്ങളാണ് ഡീവിയേഷൻ എന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സനകത്ത് നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 3 മെത്തേഡ്സിന് നമ്മൾ ഫസ്റ്റ് 3 മെത്തേഡ്സിനെ പൊസിഷണൽ മെഷേഴ്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 3 മെത്തേഡ്സ് ഈസ് കോൾഡ് പൊസിഷണൽ മെഷേഴ്സ്. That is, their value depend on the position value of a particular item in a series. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഓൾജിബ്രാക് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഓൾജിബ്രാക് മെഷർ എന്ന് പറയാമോ. ലാസ്റ്റ് വൺ, ദ ലോറൻസ് കർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാഫിക് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. വാല്യൂസിന് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഗ്രാഫിക് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമുക്ക് റേഞ്ചിനെ പരിചയപ്പെടാം. ആദ്യത്തെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സനാണ് റേഞ്ച്. വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 എക്സ്ട്രീം വാല്യൂസ് ഓഫ് എ സീരീസ്, ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഐറ്റം ആൻഡ് ദ സ്മോളസ്റ്റ് ഐറ്റം. റേഞ്ച് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, L-S. അത്രയേ ഉള്ളൂ. ആ സീരീസിലെ ഏറ്റവും ലാർജസ്റ്റ് ഐറ്റത്തിന് ആ സീരീസിൽ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ഐറ്റം തമ്മിൽ ആയിട്ട് കുറയ്ക്കുന്നു. ആ കിട്ടുന്ന ആൻസറാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റേഞ്ച് നമുക്കറിയാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ആൻഡ് S എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ഐറ്റം എന്ന് പറയും. കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ റേഷ്യോ ആക്കി കൺവേർട്ട് ചെയ്യണം. അതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ചിൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L-S ഡിവൈഡഡ് ബൈ L+S. ഇതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് റേഞ്ച് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യം ഇൻഡിവിജ്വൽ സീരീസ് എടുക്കുകയാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് അനുസരിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ദി ഫോളോയിങ് ഡേറ്റ അസർട്ടൈൻ ദ വാല്യൂ ഓഫ് റേഞ്ച് ആൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. കമ്പ്യൂട്ടേഷൻ ഓഫ് റേഞ്ചിൽ ഇവിടെ പറയുന്നത് ഡേ ആൻഡ് പ്രൈസ് ഓഫ് ഷെയർ. ഷെയറിൻ്റെ വാല്യൂയും അതിൻ്റെ ഏതൊക്കെ ദിവസം. ഇപ്പം മൺഡേ ആ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 rupees, ആൻഡ് ട്യൂസ്ഡേ ഇറ്റ് ഈസ് 280, ആൻഡ് വെനസ്ഡേ ഇറ്റ് ഈസ് 150, തേഴ്സ്ഡേ ഇറ്റ് ഈസ് 400, ആൻഡ് ഫ്രൈഡേ ഇറ്റ് ഈസ് 500. ഇത്രയാണ്. ഇവിടെ നമുക്ക് റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L-S. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ആരാണ്? ഇതിലേറ്റവും ഹയസ്റ്റ് വാല്യൂ 500 ആണ്. സോ 500 മൈനസ് ലോവസ്റ്റ് വാല്യൂ ആരാണ്? 150. സോ ദ റേഞ്ച് ഈസ് ഈക്വൽ ടു 350. അടുത്തെന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് അല്ലേ? കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ് നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ട ആൾ.
അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുമ്പം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 500 മൈനസ് 350 ഡിവൈഡഡ് ബൈ 500 പ്ലസ് 350. സോറി, ഇറ്റ് ഈസ് 150. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 500ഉം 150 തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 350 അല്ലേ? തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 350 ആണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി 500ഉം 150ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര വരും? 650 ഇസ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ 350 ഡിവൈഡ് ബൈ 650 എന്ന് പറഞ്ഞാൽ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ 0.538. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു range is equal to 0.538. അതായത് ഇത് 1 എന്ന് പറയാം. ഡിനോമിനേറ്റർ 1 ആണെങ്കിൽ നോമിനേറ്റർ അതിൻ്റെ നേരെ പകുതിയായിരിക്കും അല്ലേ? 53. അങ്ങനൊരു പ്രൊപ്പോർഷൻ അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഇതിനാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുക, അത് റേഞ്ച്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ പ്ലസ് സ്മോളസ്റ്റ് വാല്യൂ. ഇതാണ് റേഞ്ച് കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റൻ നോക്കാം. കാൽക്കുലേറ്റ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് മാർക്ക് 10, 20, 30, 40, 50, 60, 70, 80. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3, 6, 5, 7, 9, 4, 8, 7. ഇവിടെ റേഞ്ച് കാൽക്കുലേഷൻ നമുക്ക് ഈ നമ്പർ ഓഫ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ നമുക്ക് ആവശ്യമേ ഇല്ല. ഇവിടെ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ ആകെ വരുന്നത് നമുക്ക് ആ വേരിയബിൾ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളാണ് ഇവിടെ നമുക്ക് ആവശ്യമായിരുന്നത്. ഫ്രീക്വൻസി ഇവിടെ നമുക്ക് ആവശ്യമേ വരുന്നില്ല. അപ്പോൾ റേഞ്ച് എന്ന് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതിലെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 80 ആണ് അല്ലേ? 80 മൈനസ് സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഈസ് ദ റേഞ്ച്. 70 മാർക്ക് എന്ന് പറയുന്നതാണ് ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത്. നമുക്കതിനെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ പ്ലസ് സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ആരാണ്? 80. സ്മോളസ്റ്റ് വാല്യൂ ആരാണ് ഇവിടെ? 10 ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ 80, സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10. നമുക്ക് ആ വാല്യൂ എങ്ങനെ പറയാം? 80 മൈനസ് 10 ദാറ്റ് ഈസ് 70, 80 പ്ലസ് 10 ദാറ്റ് ഈസ് 90. അപ്പോൾ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 70/90 ദാറ്റ് ഈസ് 0.78 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് വളരെ ക്ലോസ്ഡ് ആണ് രണ്ടും തമ്മിൽ, അല്ലെങ്കിൽ മാർക്കുകൾ തമ്മിൽ വളരെ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്നും. ആദ്യത്തെ കേസിൽ മാർക്കുകൾ തമ്മിൽ റേഞ്ച് പകുതി നേരെ 5.3യുടെ വേരിയേഷൻ ആയിരുന്നു ഇൻഡിവിജ്വൽ സീരീസിലുണ്ടായിരുന്നത്. അതായത് ഇവരൊക്കെ തമ്മിലുള്ള ഡീവിയേഷൻ കുറവായിരുന്നു. ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ വളരെ വ്യത്യാസമുണ്ട്. 10ഉം 8ഉം തമ്മിലുള്ള ഡീവിയേഷൻ. അതുകൊണ്ടാണ് ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിൻ്റെ അളവ് കൂടിയത്. അതായത് വേരിയേഷൻ കൂടുതലാണ് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കണ്ടിന്യൂസ് സീരീസിൻ്റെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് സീരീസിൽ കാൽക്കുലേഷൻ ഓഫ് റേഞ്ച് ഇവിടെ മാർക്ക് വന്നിട്ടുണ്ട്. 10 to 15, 15 to 20, 20 to 20, 20 to 25, 25 to 30, 30 to 35, 35 to 40. നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് 2, 3, 7, 8, 5, 10. ഇവിടെ റേഞ്ച് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരിക്കൽ പോലും ഫ്രീക്വൻസി ആവശ്യമില്ല. ഫ്രീക്വൻസി ആവശ്യമില്ലാതെ മാർക്കിൻ്റെ ലോവസ്റ്റ് മാർക്ക് എത്ര ഇവിടെ?
10 ആണ്. ഹയസ്റ്റ് മാർക്ക് എത്രയാണ്? 40 ആണ്. സോ അത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് L മൈനസ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 40 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഈസ് റേഞ്ച്. നമുക്കിനി അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L മൈനസ് എസ് ഡിവൈഡ് ബൈ L പ്ലസ് എസ്. അപ്പോൾ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. ഇനി അടുത്തത് സ്മോളസ്റ്റ് വാല്യൂ 10 ആണ്. മുകളിലും താഴെയും നമ്മൾ ആ വാല്യൂ അപ്ലൈ ചെയ്യുകയാണ്. 10 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 40 മൈനസ് 10 എന്ന് പറയുമ്പോൾ 30 അല്ലേ. ഇതിനടുത്ത 40 പ്ലസ് 10 എന്ന് പറയുന്നത് 50. അപ്പോൾ നമുക്കതിൻ്റെ വാല്യൂ 30 മൈനസ് 50 എന്ന് പറയുമ്പം കോഎഫിഷ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.6 അതായത് 60%. അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് 0.6 എന്ന് പറയാം. അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടിന്യൂസ് സീരീസിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റേഞ്ച് ഇൻഡിവിജ്വലിൻ്റെ ആണെങ്കിലും ഡിസ്ക്രീറ്റിൻ്റെ ആണെങ്കിലും കണ്ടിന്യൂസിൻ്റെ ആണെങ്കിലും. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.